മാതൃകയാക്കാനും നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പ്രയത്നം നടക്കേണ്ട അവസരത്തിലാണ് ആ മുന്നേറ്റത്തിന് ഏറ്റവും അധികം ആവേശം നൽകുന്ന, ഉത്തേജനം നൽകുന്ന ഈ കേരള യാത്ര. ഞാൻ ഈ യാത്രയുടെ നായകന് ഉസ്താദിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടും. മനുഷ്യ സ്നേഹത്തോടെ, സമുദായ സൗഹാർദ്ദത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആശയങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയ പ്രചരണത്തിലൂടെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് നീങ്ങണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. ശ്രീ ഉസ്താദിന്റെ ഈ വലിയ ദൗത്യം അത് ഒരു വൻപിച്ച വിജയമായി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ഈ മഹാസദസ് തന്നെ അതിന് വ്യക്തമായ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാന്യരായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് ഈ സമൂഹത്തിന്റെ മനം നിറഞ്ഞ 1000 നന്ദികൾ. സഹോദരങ്ങളെ, കേരളയാത്രയുടെ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മാനവിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയാണ്. പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിന് വേണ്ടി കാന്തപുരം ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വളരെ ആദരവോടെ പ്രതിജ്ഞാവാചകങ്ങൾ ഏറ്റുചൊല്ലേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ത്യ എന്ന ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ത്യ എന്ന ബഹുസ്വര ജനാധിപത്യ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കേരളീയനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളീയനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അനാവശ്യമായ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സമീപനങ്ങൾ കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിക്കും. അയൽവാസികളെ സ്നേഹിക്കുകയും കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും. ദുർബല വിഭാഗങ്ങളോടും സ്ത്രീകളോടും കുട്ടികളോടും സ്നേഹത്തോടെ പെരുമാറുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യും. അവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല.
എനിക്കർഹതയില്ലാത്ത ഒന്നും ഞാൻ കൈവശപ്പെടുത്തുകയില്ല. രാഷ്ട്രീയ മത ജാതി വർഗ താൽപര്യത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും ഞാൻ വെറുക്കുന്നു. പൂർവികർ കൈമാറിയ സാംസ്കാരിക മൂല്യങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കാത്തു സൂക്ഷിക്കുകയും വരും തലമുറക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്യും. വികസന പ്രവർത്തനങ്ങളിൽ എന്റെ ക്രിയാത്മകമായ പങ്കാളിത്തം ഉറപ്പുവരുത്തും. സുസ്ഥിരവും സമാധാനപൂർണവുമായ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുമെന്നും ഞാൻ സർവശക്തന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കേരളയാത്ര നയിച്ച് ഇവിടെ അനന്തപുരിയിൽ എത്തിച്ചേർന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിവേദനം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെയും ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. മാനവികതയെ ഉണർത്തുന്നു എന്ന ശ്രദ്ധേയമായ പ്രമേയത്തിന്റെ വിവിധ പ്രധാന വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള സംസാരിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായാംഗങ്ങൾക്ക് സ്നേഹാഭിവാദനങ്ങൾ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മഹാന്മാരായ സാദാത്തുക്കൾ, പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പണ്ഡിതന്മാർ, മതാചാര്യന്മാർ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ മഹൽ വ്യക്തികൾ, ഈ പ്രവാഹത്തിന്റെ സമാപനത്തിന് സാന്നിധ്യമരുളാനും പങ്കാളിത്തം വഹിക്കാനും എത്തിച്ചേർന്ന പ്രതിനിധികളെ, സഹോദരങ്ങളെ, മാനവികതയെ ഉണർത്തുന്നു എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിച്ച് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് അവറുകൾ നടത്തിയ കേരള യാത്രയെ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനത നെഞ്ചോടേറ്റിയിരിക്കുന്നു എന്നതിൻ്റെ
വ്യക്തമായ തെളിവുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഭിമന്യ ഗുരുവിൻ്റെ ഈ മഹായാത്രയിൽ കേരളീയ സമൂഹത്തോട് മുമ്പിൽ വെച്ച വലിയ ഒരു ആശയം. ഗുരു എന്ന പദം സംസ്കൃതമാണ്. രണ്ടു പദങ്ങൾ ചേർന്ന് ഏകപദമായി പ്രയോഗിക്കപ്പെടുന്നതാണ്. ഗു എന്നതിന് അന്ധകാരമെന്നും രു എന്നതിന് ആ അന്ധകാരത്തിന്റെ വിഭാടനമെന്നും അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ധകാരത്തെ നീക്കുക മാത്രമല്ല, ആത്മീയതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശൂന്യത സൃഷ്ടിക്കാതെ നീക്കിയ സ്ഥാനത്ത് സനാതനധർമ്മങ്ങളുടെ വെളിച്ചം പ്രകാശം പരത്തുന്ന ഒരു മഹായാത്രയാണ് ഈ കേരളയാത്ര. കേരളം പലതുകൊണ്ടും പ്രത്യേകമാണ്. സർവശക്തൻ നമുക്ക് ഈ മണ്ണിന്റെ സൗന്ദര്യം പ്രകൃതി വിലാസം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കും. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഉടമകളാകാൻ പോന്ന വലിയ മനസ്സിന്റെ ആളുകളായി നമ്മെ സർവേശ്വരൻ അള്ളാഹു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഈ അവസ്ഥക്കെന്തോ ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ജനത ഒന്നടങ്കം ആശങ്കിക്കുന്ന സന്ദർഭമാണിത്. സാംസ്കാരികമായ അപജയം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മനുഷ്യനാണ് പ്രധാന ജീവി എന്ന അടിസ്ഥാന തത്വം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ചിന്താശേഷിയാണ്. വൈകാരിക തലങ്ങളിലെ ഇടപെടലുകൾക്ക് പകരം വിവേകപൂർണമായ നിലപാടുകൾ സ്വീകരിച്ച് വ്യവസ്ഥാപിത രൂപത്തിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും ആ സമൂഹത്തിന്റെ കൂടെ സാഹചര്യവും പരിസരവും തനിക്ക് അനുകൂലമാക്കുക വഴി പാരിസ്ഥിതികമായ സംരക്ഷണ ബാധ്യതയും കൂടി ഏറ്റെടുത്തവനും ഏൽപ്പിക്കപ്പെട്ടവനുമാണ് മനുഷ്യൻ. ഈ മനുഷ്യനെന്ന് പിശാച്ചിന്റെ കുപ്പായമണിഞ്ഞ് വൈതാളിക നൃത്തം ചവിട്ടുന്നു കേരളത്തിൽ. പണ്ടു നമ്മുടെ സംസ്ഥാനത്തെ ഒരു മഹാൻ വിളിച്ചത് ഭ്രാന്താലയമെന്നാണ്. ഇന്ന് ഈ സംസ്ഥാനത്തെ വിളിക്കേണ്ടത് ചെകുത്താന്റെ നാടാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തോട് നമുക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ചെകുത്താനെ തുറന്നു വിടുന്ന മൃഗങ്ങളായോ ചെകുത്താന്റെ വളർത്തുപുത്രന്മാരായോ നമ്മൾ മാറാൻ പാടില്ല. ഈ സന്ദേശമാണ് കേരളീയ ജനതയുടെ മുമ്പിൽ ഈ മഹാ കേരളയാത്ര സമർപ്പിക്കുന്ന വലിയ ആശയം. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും അടുത്തറിയാനും പോന്ന നിലപാട് സ്വീകരിക്കണമെന്ന് എല്ലാവരോടും ഈ യാത്ര വളരെ വിനീതമായി ആഹ്വാനം ചെയ്യുകയാണ്. നാം മനുഷ്യർ എന്ന നിലക്ക് നാം എല്ലാവരും ഒന്നാണ്. ഈ യാഥാർത്ഥ്യം മതങ്ങളും തത്വശാസ്ത്രങ്ങളുമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിനെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ലോകചരിത്രത്തിലെ ഉജ്ജ്വലമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗം മാത്രം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കട്ടെ. ലോക ജനതയെ മൊത്തം സംബോധന ചെയ്തുകൊണ്ട് സ്രഷ്ടാവിന്റെ ഏകത്വത്തെയും മനുഷ്യന്റെ ഏകരൂപത്തെയും വളരെ ശ്രേഷ്ഠമാം വിധം പരാമർശിച്ചതിൽ പിന്നെ നമ്മോട് പറഞ്ഞത് കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളും ആദമാണെങ്കിൽ മണ്ണിന്റെ പുത്രനുമാണ്. സ്രഷ്ടാവൊന്ന് എന്ന് നിങ്ങളൊന്ന് എന്ന ബോധവും ചിന്തയും ഉണ്ടാക്കി കൊടുത്തതിൽ പിന്നെ മനുഷ്യരോട് പറഞ്ഞ വലിയ ആശയമാണ്. നാം ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ നമ്മുടേതായ വീടുണ്ട്. ഭൂമിയിൽ നമ്മുടേതായ വേരുകളുണ്ട്. നമ്മുടെ അസ്തിത്വം ഈ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിൽ ലോകത്തെ ഒരു മനുഷ്യനും മറ്റൊരാളിൽ നിന്ന് അന്യനല്ലെന്നും
എല്ലാവർക്കുമുള്ള അവകാശം തുല്യമാണെന്നുമുള്ള മഹത്തായ മാനവിക സന്ദേശത്തിന്റെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഉണർത്തുപാട്ടാണ് മഹാനരായ ഉസ്താദ് അവറുകൾ നടത്തിയ കേരളയാത്ര. ഈ കേരളയാത്ര ജനപങ്കാളിത്തം കൊണ്ട്, ജനമനസ്സുകളിൽ അത് തീർത്ത വികാരം കൊണ്ട്, ജനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയ വരവേൽപ്പുകളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ഈ ബോധ്യമാകുന്ന കാര്യങ്ങൾ ഞങ്ങളെ കൂടുതൽ ബാധ്യതയുള്ളവരാക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന്റെ കൂടെ ഞങ്ങൾ വളരെ കൂടുതൽ വിനീതരാവുകയാണ് ഈ സന്ദർഭത്തിലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഈ മഹാജനസഞ്ചയത്തെ, അനന്തപുരിയിലെ ജനത്തെ ഒന്നിച്ചു നിർത്തി ഞങ്ങൾ ഈ യാഥാർത്ഥ്യം ഉറക്കെ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുമ്പോൾ മതങ്ങളുടെ വൈവിധ്യം യാഥാർത്ഥ്യമായി നാം അംഗീകരിക്കുന്നു. സംസ്കാരങ്ങളുടെ വൈവിധ്യം യാഥാർത്ഥ്യമായി നാം സ്വീകരിക്കുന്നു. അതേ സമയത്ത് ഈ വൈവിധ്യങ്ങൾ സംഘർഷത്തിന് വഴിവെക്കരുത് എന്ന സന്ദേശമാണ് ഈ കേരളയാത്ര ജനതയുടെ മുമ്പിൽ വെക്കുന്നത്. സാംസ്കാരികമായി, ചിന്താപരമായി, മതപരമായി, ഈശ്വരീയ മൂർത്തീയ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ വ്യത്യസ്ത തലങ്ങളിൽ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഒരേ സംസ്കാര വീജിയിൽ അണിനിരത്തുക എന്ന പ്രബോധനപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ പ്രബോധനപരമായ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും തന്നെ നിർബന്ധത്തിന്റെയോ ബലാത്കാരത്തിന്റെയോ ഇസ്ലാമിക ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ 100% പ്രയോഗവൽക്കരണമോ സാധ്യമല്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅൻ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിശുദ്ധ വരികളുടെ ആശയത്തെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം എന്ന് തോന്നുന്നു. അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിന് ലോകത്തുള്ള ജനതയെ മുഴുവൻ ഒരേ വിശ്വാസധാരയിൽ അണിനിരത്തുക എന്ന ഉദ്ദേശ്യമില്ലെന്നും ഉദ്ദേശ്യമില്ലാത്ത ഒന്നിന്റെ മേൽ, ജനങ്ങളുടെ മേൽ നിർബന്ധമോ ബലാത്കാരമോ ചെലുത്താൻ സാധ്യ പാടില്ലെന്നുമുള്ള ഈ ആശയമാണ് ലോകത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം നൽകിയതും അതോടൊപ്പം തന്നെ ഈ മഹായാത്ര ജാതി ചിന്തകൾക്ക്, മതവിഭിന്നതകൾക്ക്, രാഷ്ട്രീയ വൈജാത്യങ്ങൾക്ക് അതീതമായി സമർപ്പിക്കുകയും ചെയ്യുന്ന ആശയം. ഈ ആശയം സ്വീകരിക്കണമെങ്കിൽ കേരളീയ ജനത പൂർവികർ കാണിച്ചു തന്നതുപോലെ സഹിഷ്ണുതയുള്ളവരായി മാറേണ്ടതുണ്ട്. നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന വികാരം നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു നടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് സഹിഷ്ണുത എന്ന ശ്രേഷ്ഠമായ വികാരമാണ്. ഈ വികാരം എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ വർഗീയതയും ജാതീയതയും മുളച്ചുവരും. ഈ വിഭാഗീയത എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകും. വർഗീയത വികസിക്കുമ്പോൾ ആധുനിക ലോകത്തെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും തലത്തിലേക്ക് അത് വളരും. അങ്ങനെ വളരാനും വികസിക്കാനും ഒട്ടും പാടില്ലാത്തതാകുന്നു. എന്തുകൊണ്ട്? മനുഷ്യർ പരസ്പരം തല തല്ലിക്കീറി കലഹിച്ച് ശണ്ട കൂടി നശിക്കേണ്ടവരല്ല. വ്യവസ്ഥാപിതമായ രൂപത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ തന്റേതായ ഇടങ്ങളിൽ നിന്ന് ആരോഗ്യകരമായ നിലപാട് സ്വീകരിച്ച് സമൂഹത്തെ രൂപപ്പെടുത്തേണ്ടുന്ന ബാധ്യതയുള്ളവനാണ്. സംഘർഷത്തിന്റെ വഴി അവർക്ക് സ്വീകരിക്കാൻ പാടില്ല. മതങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചിഹ്നങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. ഓരോരോ ആരാധനാലയത്തിന്റെയും അടുത്തടുത്ത് ഇതര വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരിലാണ്. ചേരമാൻ മസ്ജിദാണ്. ആ മസ്ജിദിനോട് അടുത്ത് തന്നെ വളരെ പ്രസിദ്ധമായ ശ്രീ കുറുമ്പ ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലെ അമ്പലവും നിലനിൽക്കുന്നുണ്ട്. അമ്പലം ഒരു ഭാഗത്തുണ്ട്, പള്ളി ഒരു ഭാഗത്തുണ്ട്. ശ്രീ പടിയൂരിലെ AD 52 സ്ഥാപിതമായ ക്രിസ്തീയ ക്ഷേത്രം, അമ്പലം, ചർച്ച് അത് നിലനിൽക്കുന്നതും തൃശ്ശൂരിലാണ്, ഈ പരിസര പ്രദേശങ്ങളിലാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സാമൂഹ്യവും സാംസ്കാരികവും മതപരവുമായ നമ്മുടെ പൂർവീകരുടെ നിലപാട് നമുക്ക് മാതൃകയാണ്. ഈ മാതൃകയായ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ആധുനിക കേരളത്തെ നാം സമ്പന്നമാക്കണം.
അങ്ങനെ സമ്പന്നമാക്കുമ്പോൾ അധ്വാനത്തെ, പ്രവൃത്തിയെ, ആരോഗ്യത്തെ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ശക്തിയുള്ള ജനത, അറിവുള്ള ജനത, ആരോഗ്യമുള്ള ജനത ഏതൊരു നാട്ടിന്റെയും ഏതൊരു പ്രദേശത്തിന്റെയും കരുത്താണ്. ഈ കരുത്തിനെ മുന്നോട്ട് കൊണ്ടുപോയാലേ വികസനം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയുള്ളൂ. വികസനത്തെ പറ്റി പറയുമ്പോൾ അതിന് വിധ്വംസകാത്മകമായ, വിരോധാഭാസപരമായ ഒരു തലം ഉണ്ടാകാൻ പാടില്ല. വികസനം കേന്ദ്രീകരിക്കേണ്ടതും എല്ലാം കേന്ദ്രീകരിക്കേണ്ടതും മനുഷ്യനിലാണ്. മനുഷ്യനെ ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നത് മനുഷ്യൻ നാഗരികനാണ് എന്ന സത്യം വെച്ചുകൊണ്ടാണ്. ഈ സംസ്കൃതി ലോകത്ത് പുലർന്നു കാണണമെങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് പുലർന്നു കാണണമെങ്കിൽ ആരോഗ്യമുള്ള ജനതയുടെ കഴിവും ശേഷിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, മാനവികർക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നാം ജീവിക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ, ഗ്ലോബൽ സിറ്റി എന്ന് പറയാതെ വില്ലേജ് എന്ന് പറയുമ്പോൾ നാം വളരെ അടുത്തിരിക്കുന്നു എന്ന ആന്തരികമായ ഒരർത്ഥമാണ് ഇത് നമ്മിൽ ദ്യോതിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിലുണർത്തുന്ന അടുപ്പത്തിന്റെ അവസ്ഥയിൽ നിന്ന് അകലങ്ങളുടെ തലങ്ങളിലേക്ക് മാറിപ്പോകുന്ന വിരോധാഭാസത്തിന്റെ അവസ്ഥയുണ്ടെങ്കിൽ കേരളക്കരയിൽ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് നാം ഈ യാത്രയുടെ ഭാഗമായി കേരളത്തിലെ ജനതയുടെ മുമ്പിൽ സവിനയം വെക്കുന്നു. ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത് യോജിച്ചു നിന്നാൽ മുന്നോട്ടു പോകാൻ ആകും എന്നതാണ്. ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം പ്രമുഖ മതങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതുമുണ്ട്. ഈ വേദി തന്നെ എല്ലാവരാലും വളരെ ശ്രേഷ്ഠമായ ഒരു വിദ്വൽ വേദിയായി മാറിയിട്ടുണ്ട്. ഈ വേദിയിൽ അണിനിരന്ന വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ, മതാചാര്യന്മാരുടെ, രാഷ്ട്രീയ സംഘടനയുടെ ആളുകളുടെയും നേതൃത്വത്തിന്റെയും മുമ്പിൽ നമുക്ക് വെക്കാനുള്ള ആശയം, നാം ഈ ഇരിക്കുന്നത് പോലത്തെ സൗഹൃദപരമായ, സ്നേഹപരമായ ഇരുത്തത്തോടൊപ്പം നമ്മുടെ മനസ്സിനെയും പോരാട്ടവീര്യത്തെയും ഒന്നിച്ച് കേരളീയന്റെ, മനുഷ്യനുമായി അവന്റെ പരിസരത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി, അല്ല സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സാംസ്കാരികമായി നാം പിറകോട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. യാന്ത്രികമായി, ശാസ്ത്രീയമായി നാം വളരെ മുന്നോട്ടു പോകുന്നു എന്ന അവസ്ഥയും നമുക്കുണ്ട്. വിദ്യാഭ്യാസപരമായി നാം വളരെ പുരോഗമിക്കുന്നു എന്ന യാഥാർത്ഥ്യം സമ്മതിക്കുമ്പോൾ തന്നെ അറിവിൽ നാം പ്രയോഗതലത്തിൽ പിറകോട്ടു പോകുന്നു എന്ന സത്യം നാം കാണാതിരുന്നുകൂടാ. അങ്ങനെ വിദ്യാഭ്യാസത്തെയും അതുപോലെ നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും കൂടുതലായി സാംസ്കാരികമാക്കുക എന്നതിനേക്കാൾ ഉപരി മാനവികമാക്കണമെന്ന വളരെ വലിയൊരു ആശയം ഈ വിദ്വൽ വേദിയുടെ മുമ്പിലും ഈ സമ്പന്നവും പ്രൗഢവുമായ അനന്തപുരിയിലെ ജനതയുടെ മുമ്പിലും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതാണ് കേരള യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട്, വർഗീയത അത് നാം ഇട്ട വിത്തല്ല. അതിന് രാഷ്ട്രീയമായ ചില ബന്ധങ്ങളുണ്ട്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല. ആഗോള മേഖലയിലെ ആദ്യകാലത്തെ അധിനിവേശ സമരങ്ങളുമായി ഇരപിടുത്തത്തിന്റെ, പോരാട്ടത്തിന്റെ പ്രവർത്തനങ്ങളും അതിന് ബന്ധമുണ്ട്. പക്ഷേ അത് പഴയ കഥയാണ്. വർഗീയത വന്നതങ്ങനെയാകാം, വിത്ത് മുളപ്പിച്ചതും അവരാകാം, അല്പകാലം വളർത്തിയതും അന്യരാകാം. പക്ഷേ അവർ പോയതിനു ശേഷം പിന്നെയും ഈ വർഗീയതയുടെ വിഷവിത്തുകളെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യരെന്ന രൂപത്തിൽ നാം പരാജയപ്പെടുകയാണ്. അങ്ങനെ നാം പരാജയപ്പെട്ടാൽ സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട്. നാം പലപ്പോഴും പറഞ്ഞു വരാറുണ്ട്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനൊക്കൂ എന്ന്. ഇതൊരു സത്യമാണ്. ഈ സത്യത്തെ ഒന്നുകൂടി ഞങ്ങൾ പ്രബലപ്പെടുത്തട്ടെ. ചുമരുണ്ടെങ്കിലല്ല ചിത്രം വരയ്ക്കാൻ കഴിയുക. ചുമരും വേണം, ചിത്രം വരയ്ക്കാൻ മനുഷ്യരും വേണം. ക്യാൻവാസ് മാത്രം പോരാ, ആ ക്യാൻവാസ് ഉപയോഗിക്കാൻ പോന്ന കല്ല് മാത്രം പോരാ, കുത്തുളികൾ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ പോന്ന ശില്പികളും രചയിതാക്കളും ആവശ്യമാണ്. അതാണ് മനുഷ്യനെങ്കിൽ ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാനവികമായ കാഴ്ചപ്പാടുകളെ നാം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിനർത്ഥം ചെറുതോ വലുതോ, അന്യമോ വിഭിന്നമോ ആയ സംസ്കാരങ്ങളോ മതങ്ങളോ തമ്മിൽ ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുക എന്നതോ
ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ നശിപ്പിക്കുക എന്നതോ അല്ല, മറിച്ച് ഈ സംസ്കാരങ്ങളുടെ സമന്വയമായ, സമന്വിതമായ, സമഭാവനയോടുകൂടിയുള്ള, സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ആവശ്യമാണ്. ഈ വിദ്വൽ വേദിയുടെ മുമ്പിൽ, പ്രൗഢമായ സദസ്സിന് മുമ്പിൽ വിഭിന്നതകളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, സർഗാത്മകമായ എതിർപ്പുകൾ വെച്ചുകൊണ്ട് തന്നെ രചനാത്മകമായ ചിന്തയിലേക്ക് നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ എല്ലാ വിഭാഗവും ഇതുപോലെ ഇനിയും പണ്ടുള്ളതിനേക്കാൾ ശക്തിയായി കൈകോർക്കണമെന്ന ആഹ്വാനമാണ് ഈ യാത്ര നടത്തുന്നത്. ഇവിടെ കൂടിയ മുസ്ലിം സഹോദരങ്ങളോട്, ഇവിടെ കൂടിയ മുസ്ലിമേതര സഹോദരങ്ങളോട് തെറ്റിദ്ധരിച്ച മുസ്ലിമിന് തിരുത്താനും തെറ്റിദ്ധരിച്ച മറ്റുള്ളവർക്ക് തിരുത്താനും ഒരവസരം എന്ന നിലക്ക് ഒരൊറ്റ മഹത് വാക്യം ഉരുവിട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയെ കഠിനമായി എതിർത്ത വലിയ മഹാത്മാവാണ്. ആ മഹാത്മാവ് ലോകത്തോട് പറഞ്ഞു, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇനി പറയുന്നത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തലത്തിലുള്ള ഒരു വ്യാഖ്യാന ഭാഗത്തെയാണ്. അതൊന്നും മറ്റൊന്നുമല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി അടരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി അടരാടുന്നവൻ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ തീവ്രവാദിയും ഭീകരവാദിയും ഇസ്ലാമിക പ്രത്യയശാസ്ത്ര പരിധിക്ക് പുറത്താണ് എന്ന സത്യം നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം ഹീനവൃത്തിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ വെടിയേണ്ടി വന്നാൽ ആ ജീവൻ വെടിഞ്ഞിരിക്കുന്ന കക്ഷി ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയതയിലായി ജീവൻ വെടിഞ്ഞവൻ, ആഹൂതി ചെയ്യപ്പെട്ടവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി അല്ലെന്നു മാത്രമല്ല, നരകശിക്ഷയ്ക്ക് പാത്രമാകുന്ന കഠിനമായ 2 കുറ്റങ്ങൾ മേളിച്ച കുറ്റവാളിയാണ് എന്ന യാഥാർത്ഥ്യവും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങളായാലും വികല ചിന്തകളായാലും വിരോധാഭാസങ്ങളായാലും ശത്രുതാപരമായ പ്രവൃത്തികളായാലും വർഗീയമായ മനസ്സായാലും അതിനനുകൂലമായ രചനകളായാലും വാക്കുകളായാലും പാടില്ല. ഞങ്ങൾ പറയുന്നു, വജസ്സും മനസ്സും ഒരുപോലെ ശുദ്ധമായിരിക്കണം. മനസ്സും വജസ്സും ഒരുപോലെ ശുദ്ധമായ കേരളീയന്റെ ഒരു നല്ല ഭാവി, സുഭഗമായ ഭാവി ഈ യാത്ര ലക്ഷ്യം വെക്കുന്നു. ഈ യാത്രയിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള വരികൾ ഒരു മലയാള കവിയുടേതാണ്. പാരിലില്ലിതിൻ മീതയായൊരു ഭൂവിഭാഗവും കാണുവാൻ എന്ന് പാടിപ്പുകഴ്ത്തിയ കേരളീയനായ കവിയുടെ വാക്കുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട്, ഇന്നു തൊട്ടിനി ഇല്ല നമ്മളിൽ ഭിന്നവർഗീയ ചിന്തകൾ, ഇല്ല ജാതി മതാതിഭേദങ്ങൾ, ഇല്ല അനാചാര നിഷ്ഠകൾ എന്ന് പാടിയ കവിയെ ഓർത്തുകൊണ്ടും വരികൾ അനുസ്മരിച്ചുകൊണ്ടും രാജ്യത്തെയോർത്തും മതത്തെയോർത്തും പിന്നെ പ്രാജ്യരാം നിങ്ങളെ തന്നെയോർത്തും എന്ന് പാടിയ മഹാകവിയെ അനുസ്മരിച്ചുകൊണ്ടും ഈ ആശയതലങ്ങളെ പ്രാവർത്തികമാക്കാൻ പോന്ന മനസ്സിന്റെ ഉടമകളായും വജസ്സിന്റെ ഉടമകളായും പ്രവൃത്തികളുടെ ഉടമകളായും നന്മയോടുള്ള പ്രതിബദ്ധതയുടെ ആളുകളായും നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ അഭിലാഷത്തോടുകൂടി ജയ് ഹിന്ദ്, ജയ് ഹ്യൂമാനിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KPCCയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ കേരള യാത്രയുടെ നായകൻ, ഏറ്റവും പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ്, ഈ വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇത് ഒരു ചരിത്ര സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. ഞാനിത് പങ്കെടുക്കുന്ന 2ാമത്തെ സമ്മേളനത്തിലാണ്.
കേരളമാകെ ഇളക്കി മറിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് നടത്തിയ ഈ യാത്ര എന്നും കേരളം സ്മരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ആർക്കും എതിരായ യാത്രയല്ല. ഞാൻ ആ സന്ദേശം മുഴുവൻ കേൾക്കുകയായിരുന്നു, അതിന്റെ പ്രമേയത്തിലൂടെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് നമ്മുടെ കേരളീയ സമൂഹത്തിലൊരു പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് ഈ യാത്ര നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംഘർഷഭരിതമായ കേരളീയ സാഹചര്യങ്ങളിൽ പരസ്പരം ആയുധമെടുത്ത ആളുകൾ തമ്മിലടിക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഇവിടെ വളർന്നു വരുന്ന സംഘർഷം, വളർന്നു വരുന്ന പരസ്പര ബഹുമാനമില്ലായ്മ, ആരെയും ആക്രമിക്കാനുള്ള പ്രവണത, ഇതെല്ലാം അവസാനിപ്പിക്കാൻ മാനവികതയുടെ സന്ദേശമാണ് ഇവിടെ ഉയർത്തേണ്ടതായിട്ടുള്ളത്. ഇസ്ലാം മതം മനുഷ്യ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റേതുമായ മതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകം മുഴുവൻ വിശ്വസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്ലാം മതത്തിന്റെ മഹത്തായ സന്ദേശങ്ങളുമായിട്ടാണ് കാന്തപുരം ഉസ്താദ് കേരള പര്യടനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും നാളുകളിൽ ഈ സന്ദേശം 6 മാസത്തെ കർമ്മ പരിപാടികളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള തുടർ പരിപാടി ഏറ്റവും ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. കേരളീയ സമൂഹത്തിൽ വളർന്നു വരുന്ന വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് കാന്തപുരം ഉസ്താദാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയതയും തീവ്രവാദവും കത്തിപ്പടരാൻ നാമ്പ് എടുത്ത സന്ദർഭത്തിൽ, അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുങ്ങിയ സന്ദർഭത്തിൽ ഈ യാത്രയിലൂടെ മാത്രമല്ല കേരളമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യ സാഹോദര്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം കേരളീയ സമൂഹത്തിന് പകർന്നുകൊടുത്ത അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവിടെ പങ്കുചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് നിങ്ങൾ ഓരോരുത്തരോടും ഈ സന്ദേശം ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാനുള്ള കരുത്ത് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ. CPM സ്റ്റേറ്റ് കമ്മിറ്റി അംഗം മുൻ മന്ത്രിയുമായ ശ്രീ M. വിജയകുമാർ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ അവരുകളെ, മഹത്തായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കേരള യാത്രയ്ക്ക് നായകത്വം വഹിച്ച, ഈ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദ് അവർകളെ, ഈ വേദിയിലുള്ള മഹത് വ്യക്തികളെ, ഗുരുജനങ്ങളെ, സ്നേഹസമ്പന്നരായ
സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ഏറെ സന്തോഷത്തോടും അതിലേറെ ഒരൽപ്പം അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. CPIM-ന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും കാന്തപുരം ഉസ്താദിന്റെ അതിമഹത്തായ ഈ കേരള യാത്രയ്ക്ക് സർവ മംഗളങ്ങളും നേരുന്നു. ഈ കേരള യാത്രയിൽ ഉയർത്തിയ സന്ദേശം മറ്റൊന്നുമല്ല, ഈ കാലഘട്ടത്തിന്റെ സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ട, ഉയർത്തിപ്പിടിക്കേണ്ട അതിമഹത്തായ സന്ദേശമാണ് ഈ കേരള യാത്രയിൽ അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനും ഒരു മൃഗമാണ്, എന്നാൽ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് മാനുഷിക മൂല്യങ്ങളാണ്, മാനവിക മൂല്യങ്ങളാണ് എന്ന് വിശ്വപ്രസിദ്ധനായ ദാർശനികൻ അരിസ്റ്റോട്ടിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ കേരള യാത്രയിലും ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, അതാണ് ഇന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ കൂടി, നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടി നാം നേടിയ നേട്ടങ്ങളാണ് ഇന്ന് ചവിട്ടി മെതിക്കപ്പെടുന്നത്. എവിടെയും അനീതിയാണ്, എവിടെയും അസമത്വമാണ്, എവിടെയും അതിക്രമമാണ്, എവിടെയും അഴിമതിയാണ്. ഇന്ന് ഈ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കേരള യാത്ര ഇവിടെ സമാപിക്കുമ്പോൾ ഡൽഹിയിൽ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഴിമതിയുടെ പേരിൽ ഒരു വലിയ നേതാവ് ജയിലിലടയ്ക്കപ്പെടുകയാണ്. അഴിമതിയുടെ പേരിൽ ആ വിധി പ്രസ്താവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവിടെ പറഞ്ഞു, എന്തും നടക്കുന്ന ഒരവസ്ഥ. അതാണല്ലോ ഈ അഴിമതി എന്ന് പറയുന്നത്. എന്തും നടക്കും, അത് അവസാനിപ്പിക്കണം. എന്തും നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ കേരള യാത്രയിൽ ഉസ്താദ് ഉയർത്തിപ്പിടിച്ച മഹത്തായ മൂല്യമെന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ സന്ദേശം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഈ കേരളം. അതാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള ഒരു വലിയ പടപ്പുറപ്പാടാണ് ഈ കേരള യാത്രയെന്ന് അഭിമാനത്തോടു കൂടി ഓർത്തുകൊണ്ട് അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദ് അവർക്ക് സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ MP K. ഇസ്മായിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ പ്രിയമുള്ള, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന കാന്തപുരം ഉസ്താദ്, ഈ വേദിയിലിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായവരെ,
ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജനസഹസ്രങ്ങളെ, സഹോദരങ്ങളെ, കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ നടന്നത് ഒരു അശ്വമേധമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം, മാനവികതയുടെ സന്ദേശം, ഒരു പുതിയ അവബോധം സൃഷ്ടിക്കാൻ ആവശ്യമായ നിലയിൽ ഒരു ഉണർത്തുപാട്ടുമായി കഴിഞ്ഞ 17 ദിവസങ്ങളിൽ ജനലക്ഷങ്ങളെ നേരിൽ കാണുകയും സംവേദിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി ഇന്നിവിടെ സമാപിക്കുന്നത്. ഈ സമാപനം ഒരു പുതിയതിൻ്റെ തുടക്കമാവണം. നമ്മുടെ നാട് ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളും ജാതികളുമുള്ളൊരു നാടാണ്. അത് ഇന്ത്യയുടെ മാത്രം, കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്ത്യക്ക് പകരം ഇതുപോലൊരു രാജ്യം ലോകത്ത് വേറെ കാണാനുണ്ടാവില്ല. ആ മതങ്ങളും മതത്തിൻ്റെ വകഭേദങ്ങളായ ആയിരക്കണക്കിൽ വരുന്ന ജാതികളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്നൊരു നാടാണിത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി, അധികാരത്തിൻ്റെ ചവിട്ടുപടികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ സഹോദരന്മാരായി കഴിയുന്ന മനുഷ്യരിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളേറെയായി ഇവിടെ കൊല്ലും കൊലയും നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. മഴ പെയ്തു തോർന്നാലും മരം പെയ്യുന്നത് പോലെ വർഗീയ ലഹളകൾ, അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ തുടരുകയാണിവിടെ. അതൊക്കെ ഏതാനും ചില ആളുകളുടെ താല്പര്യത്തിലാണ് എന്ന് തിരിച്ചറിവുണ്ടാവാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതസൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം ജനശത്രുക്കളെ വേർതിരിച്ചു കാണാനും ഒറ്റപ്പെടുത്താനും ഒരു പുതിയ ചിന്ത മനുഷ്യനിൽ വളർത്തിക്കൊണ്ടുവരാൻ, പുതിയ പുത്തൻ തലമുറകളിൽ അത്തരം ഒരു ധാരണ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ സന്ദേശയാത്ര ഉപകരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 10,000-കണക്കായ മുസ്ലിം സഹോദരന്മാരാണ് ഓരോ സ്ഥലങ്ങളിലും അണിനിരുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരന്മാരാണ് ഇവിടെ അണിനിരുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി പേരിൽ ഒരുപാട് അത് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരും മനസ്സിലാക്കണം, ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി. ഇതോടുകൂടി നമ്മുടെ നാട്ടിലെ വർഗീയതയും വർഗീയ കലാപങ്ങളും മനുഷ്യരെ കാർന്നു തിന്നുന്ന അഴിമതിയടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും, ആ ദുർബോധത്തെ ഒരു കുടത്തിലിട്ടടയ്ക്കാൻ ഞങ്ങൾ പ്രാപ്തമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ എന്ന് നിങ്ങൾക്കുറക്കെ പറയാൻ കഴിയുമോ? അത് കഴിഞ്ഞാൽ നമുക്കിതിന് നേരിടാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഞാനും ഞങ്ങളും എപ്പോഴും അതിന്റെ മുൻപന്തിയിൽ ഒപ്പമുണ്ട്. കാന്തപുരത്തിന്റെ ഏത് പരിപാടിയിലും സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവിധ പിന്തുണയും അർപ്പിച്ച് അദ്ദേഹത്തിന്റെ മുഴുവൻ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരിപാടി കേരളത്തിൽ നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധം ഒരു അശ്വമേധമാണ്. എല്ലാ മനസ്സുകളിലും ഒരു പുതിയ മാറ്റം, ആ മാറ്റത്തിന്റെ തുടക്കമാണ് ഈ സമാപനത്തോടുകൂടി കേരളത്തിൽ ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഞാൻ നിർത്തുന്നു. ഇനി നമ്മോട് സംസാരിക്കുന്നത് ആദരണീയനായ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് മാർ ക്ലെമ്മിസ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിങ്ങളേവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കേരള യാത്രയുടെ ആരാധ്യനായ നേതാവ് മുസ്ലിയാർ കാന്തപുരം അബൂബക്കർ സാഹിബ് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ പണ്ഡിതരെ, രാഷ്ട്രീയ നേതാക്കളെ, എന്നെ ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, അസ്തമയ സൂര്യന്റെ തേജസ് അടങ്ങുമോ എന്ന് ഭയപ്പെടുമാറ് ഇരിക്കുമ്പോൾ കൈകളിൽ മൺചിരാതുകൾ ഏന്തി എണ്ണയൊഴിച്ച് ദീപം കത്തിച്ച് ലോകത്തോട് നാം ഈ സായം സന്ധ്യയിൽ ഒരു സന്ദേശം പറയുന്നു. മനസ്സിന്റെ വികാസം, മാനവികത ഈ സമൂഹത്തിന് അനിവാര്യ ഘടകം. ഈ മഹത്തായ സന്ദേശം കേരള സമൂഹത്തിന്, മലയാളി മനസ്സുകൾക്ക് ആവോളം സമ്മാനിച്ചുകൊണ്ട് വലിയ ഒരു യാത്രയുടെ പരിസമാപ്തി കേരള തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ ഒരു വലിയ സംഗമമായി കൂടിയിരിക്കുന്നു. ഈ സമൂഹത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരു മാറ്റം, അതേക്കുറിച്ച് മനസ്സുകളോട് മന്ത്രിക്കുന്ന ഒരു സായം സന്ധ്യ. ഇവിടെ വേർതിരിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ മനസ്സുകൾ ഏകയോഗമായി സംയോജിക്കണമെന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സായം സന്ധ്യ. മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും വ്യക്തി താൽപര്യങ്ങളുടെയും ഉപരിയായി കേരള സമൂഹത്തിന് സ്ഥായിയായ രൂപഭാവ സാങ്കത്യമുണ്ടെന്ന് ഈ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു യാത്രയായി ഞാനിതിനെ കാണുകയാണ്. സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ആത്മാവിന്റെ പ്രതിഫലനമാണ് ഈ മാനവികത. അത് മറയ്ക്കുവാനാവില്ല. സർവേശ്വരനെ മറന്ന് ജീവിക്കുവാൻ നമുക്കാവില്ല എന്ന് ഈ ലോകത്തോട് നാം പറയുന്ന ഒരു സന്ദേശമാണ്. ഇവിടെ ഹിന്ദുവെന്നോ ഇസ്ലാം മതവിശ്വാസിയെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ ദേശത്ത് ഉണർത്തുപാട്ടായി നമുക്ക് സംഗമിക്കുവാൻ കഴിയും. അതിനെതിരെയുള്ള സകല തടസ്സങ്ങളും ദൂരീകരിക്കുവാൻ മനസ്സുകളുടെ ഏകീകരണത്തിന് സാധിക്കും എന്ന ഊഷ്മളമായ സന്ദേശം ഈ സന്ധ്യയിൽ തലസ്ഥാന നഗരിയിൽ നാം പങ്കിട്ട് എടുക്കുകയാണ്. ഇവിടെ വിദേശ ശക്തികൾ അവസാനമായി പറഞ്ഞിട്ടു പോയത് നമ്മെ സംബന്ധിച്ച് അർത്ഥവത്താകരുത്. ഇത് നാട്ടുരാജ്യങ്ങളുടെ രാജ്യം, ഇവർ തമ്മിലടിച്ച് അവസാനിക്കും എന്ന് ചെറിയ സ്വരത്തിൽ പറഞ്ഞു പോയിരിക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ സമുദായങ്ങളുടെ പേരിലോ മഹത്തായ ഈ ഭാരതം, നമ്മുടെ കേരളം നശിക്കുവാൻ പാടില്ല. എന്റെയും നിങ്ങളുടെയും പൂർവപിതാക്കൾ കബറടങ്ങിയിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് മാനവികതയുടെ സന്ദേശം ഒരുപോലെ ഉയർത്തുവാൻ നമുക്ക് കഴിയും. മഹത്തായ നമ്മുടെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം, ലോകത്തിന് അത്ഭുതമായ ഭാരത സംസ്കാരം, അതിന്റെ അനന്തരാവകാശികളും പ്രചാരകരുമാണ് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും പെടുന്ന നാമെല്ലാവരുമെന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്ന മനസ്സിന്റെ വിശാലതയാണ് ഈ യാത്ര
നമുക്ക് നൽകുന്ന സമ്മാനം എന്ന് ഞാൻ കരുതുന്നു. ഈ മണ്ണിൽ നിന്ന് ലോകത്തിന് നൽകിയ ഒരു മന്ത്രം, അത് ഒരു മതവിഭാഗത്തിന്റെയല്ല. ഇവിടുത്തെ ക്രൈസ്തവന്റെയും ഇസ്ലാമിന്റെയും ഇവിടുത്തെ ഹൈന്ദവന്റെയും സംസ്കാരമാണ് ഈ കേരളത്തിന്റെ സംസ്കാരം. ഇവിടെ നിന്ന് ലോകത്തോട് പറഞ്ഞു, ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവ ലോകത്തിനും സന്തോഷം ഐശ്വര്യം ഉണ്ടാകട്ടെ. മാനവികത ഉയർത്തുന്ന പരമകാരുണികന്റെ ഈ വലിയ അനുഗ്രഹ കടാക്ഷം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ നാടിനും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മാനവികത ഉണർത്തുന്ന മനസ്സിന്റെ വിശാലമായ വളർച്ചയ്ക്ക് നമ്മെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിന്, ഒരുമിച്ച് വരുത്തുന്നതിന് വീണ്ടും സാധിക്കുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ബഹുമാന്യനായ മുസ്ലിയാർ അബൂബക്കർ കാന്തപുരം സാഹിബിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഹായ്. വന്നോ? ഇനി ഫ്രഷ് ആയിക്കണം, ഞാൻ ഭക്ഷണം എടുക്കാം. ഇന്ന് മീറ്റിംഗ് എങ്ങനെയായിരുന്നു? ഗുഡ്. കഴിക്കൂ, നീ തണുത്തു പോകും. ശരി, ആദ്യം ടെസ്റ്റ് ചെയ്യൂ. ലിക്ക് ചെയ്യൂ. ഭക്ഷണം നല്ലതാ. സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. ഇനി ഡങ്ക് ചെയ്യൂ. അങ്ങനെയല്ല, പിന്നെ ആ ചെയ്യൂ. ഫ്രോം കാഡ്ബറി. ആരോഗ്യവും സന്തോഷവുമുള്ള കുടുംബത്തിന് മുസ്ലി പവർ എക്സ്ട്രാ ഉപയോഗിക്കൂ. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് സർഗചാരുതയേകാൻ ബിനോയ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, തിരുവനന്തപുരം, അമ്പലമുക്ക്, പള്ളിപ്പുറം, കണ്ണൂർ, കോഴിക്കോട്. This news brought to you by ടെൽട്രോൺ കുറി കമ്പനി. നിങ്ങളുടെ ചിന്തകൾക്ക് മുൻപേ ഞങ്ങൾ. പുതിയ ചെട്ടികൾ ജൂൺ 6 ആരംഭിക്കുന്നു. ഒറാലിയം ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന അലൂമിനിയം റൂഫിംഗ് ഷീറ്റ്സ്. ഒറാലിയം അലുമിനിയം റൂഫിംഗ് ഷീറ്റ്സ്. ജോസ്കോ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, കർണാടക. ഇത്രയും മതിയോ? പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമാകട്ടെ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രതീക്ഷാ ഭാഗ്യക്കുറി. നോൾട്ട ഇൻഡക്ഷൻ സ്റ്റവിനുമൊപ്പം 4 പീസ് ഇൻഡക്ഷൻ ബേസുള്ള നോൺ സ്റ്റിക് സെറ്റ് തികച്ചും സൗജന്യം. There's a diamond for every woman. ജോസ് ആലുക്കാസ്. സാഫല്യം ഗോൾഡ് സെറ്റ്സ്. ആരംഭം മെയ് 16. ന്യൂ മില്ലേനിയം കുറീസ്, തൃശൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. BRD ഗോൾഡൻ ചിറ്റ്സ്. ഒരു നല്ല മാറ്റത്തിന് റെഡിയായിക്കൊള്ളൂ. BRD ഗോൾഡൻ ചിറ്റ്സ്. ധനശ്രീ, ഞങ്ങളുടെ ശ്രീ. 1ാം സമ്മാനം 60 ലക്ഷം രൂപയും മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും. ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷകൾ VKC പ്രൈഡ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് മെയ് 7. ആരോഗ്യവും സന്തോഷവുമുള്ള കുടുംബത്തിന് മുസ്ലി പവർ എക്സ്ട്രാ ഉപയോഗിക്കൂ. എയർലൈൻ ജീനിയസ് എയറോസിസ്റ്റന്റ്. കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പനമ്പറമ്പ്, കണ്ണൂർ. നോൾട്ട വന്നതോടെ അടുക്കള ഒരു കൊട്ടാരമായി. നോൾട്ട കുക്ക്വെയർ സീരീസ്. വിസ്മയ എൻ്റർടൈൻമെന്റ് സെന്റർ, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഇത് സ്നേഹ ഐശ്വര്യങ്ങളുടെ വസ്ത്രാലയം. ഐശ്വര്യ സിൽക്സ്, ചങ്ങനാശ്ശേരി, പാല. കേരള സംസ്ഥാന ഭാഗ്യക്കുറി അവതരിപ്പിക്കുന്ന ഭാഗ്യനിധി നറുക്കെടുപ്പ് എല്ലാ വെള്ളിയാഴ്ചയും. ടിക്കറ്റ് വില 20 രൂപ മാത്രം. ഭാഗ്യത്തിലേക്കുള്ള എളുപ്പവഴി. മറക്കാനാകാത്ത ബന്ധങ്ങൾ. സ്കൈ ഗോൾഡ്, പത്തരമാറ്റിന്റെ ആത്മബന്ധം. 25 ലക്ഷം സ്വന്തമാക്കും. വിളിച്ചാലും ലാഭം, അടച്ചാലും ലാഭം. നിറവറ ഗോൾഡ് പ്ലസ്. ഒരു വിളിച്ചാൽ തിരിച്ചടക്കേണ്ട. ശ്വാസതടസ്സത്തിന് രക്ഷകാസ്ഥ.